ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റ് മീഡിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പീക്കറുമായിട്ടാണ്. അപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ അത്യാവശ്യം വലുതുമാണ്, അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുന്നേ 2 സ്പീക്കർ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്തത് ഒരു സിംഗിൾ സ്പീക്കറാണ്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇതിനെനിക്ക് കണ്ടറിയാം, നമ്മൾ യൂസ് ചെയ്ത ഒറ്റ സ്പീക്കറാണ്. അപ്പോൾ ഇവിടെ ഒരു എയർ ഹോൾസും ഉണ്ട്, പിന്നെ ഇതിൽ ചുറ്റിലും ലൈറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓണാക്കാം. അപ്പോൾ കേട്ടിട്ടുണ്ടാവും, അത്യാവശ്യം ഒച്ചയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിൽ. അപ്പോൾ ഈ സ്പീക്കറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ FM ഇല്ല, USB ഇല്ല, SD കാർഡ് ഇല്ല, ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ എനിക്ക് കണ്ടറിയാം, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിൽ ഒരു റിമോട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യുക, കുറേ മൂഡുണ്ട്. അതേപോലെ നമുക്ക് ആൻറ്റിനി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് FM വേണ്ടിയാണ്. 3 സ്പീക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു വലിയ സ്പീക്കർ, അതേപോലെ 2 ചെറിയ സ്പീക്കർ, പിന്നെ 3 സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് 12 വോൾട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്. ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക, മറക്കരുത്. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂടൂത്തിൻ്റെ ഒരു ബോർഡ് വേണം. അപ്പോൾ ഈ ബോർഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്കൊരു റിമോട്ടും അത് കണക്ട് ചെയ്യാനുള്ള വയറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ FM കണക്ട് ചെയ്യാം, USB ഉണ്ട്, അതേപോലെ ഒരുപാടുണ്ട്. അതിൽ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്തും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഏകദേശം ഓൺലൈനിൽ എടുക്കുമ്പോൾ 149 രൂപയാണ് വന്നത്. അപ്പോൾ ഓരോ വെബ്സൈറ്റിനനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ ഷോപ്പിൽ ഇതിനെക്കാട്ടി വില കൂടും. പിന്നെ നമുക്ക് HRCൻ്റെ ഒരു ഓഡിയോ ബോർഡ് വേണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഓഡിയോ ബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ചെറുത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം കുറച്ചായിരിക്കും കിട്ടുക, അതേപോലെ നമുക്ക് വോൾട്ടും കുറവായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ ഓഡിയോ ബോർഡിന് ഏകദേശം 80 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും ബ്ലൂവും നമുക്ക് സ്പീക്കറിലേക്കും, അതേപോലെ യെല്ലോ നമ്മുടെ AC കറണ്ടും, അതേപോലെ ബാക്കിയുള്ള 3 വയർ നമ്മുടെ ബ്ലൂടൂത്ത് ബോർഡിലേക്കുമാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കൊരു IC വേണം. 7805 എന്ന് പറയുന്നൊരു റെഗുലേറ്റർ IC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 12 വോൾട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അത് 5 വോൾട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ 3 സ്പീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 2 സ്പീക്കർ മതി. അപ്പോൾ 3 സ്പീക്കർ കുറച്ചും കൂടി വോളിയം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ സ്വിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു സ്വിച്ചാണ് വേണ്ടത്. പിന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വേണം. അപ്പോൾ ഇതിന് നമ്മൾ 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീമെയിൽ പോർട്ടും വേണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പിന്നെ നമുക്ക് ഒരു സ്ട്രിപ്പും വേണം. അപ്പോൾ നമ്മൾ 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിന് ഏകദേശം മീറ്റർ 50 രൂപ 40 രൂപ ആ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷീറ്റാക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കി ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ആ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിനി വേറൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റിൽ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് 2 ഭാഗവും നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. അളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു കഷ്ണം കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിടിയായി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ 2 ഹോൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല, അപ്പോൾ വെറുതെ ബോറടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വെക്കുന്ന ഭാഗങ്ങൾ ചെറുതായി കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഇതേപോലെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്പീക്കർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പിടിക്കാൻ പാകത്തിന് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കറക്റ്റായി പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആ ഓപ്പോസിറ്റുള്ള പീസിൽ നമുക്ക് സ്പീക്കർ വെക്കണം. അപ്പോൾ 2 സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കറുടെ നടുക്കിലാണ് നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കറക്റ്റായി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവെടുത്ത് ഇനി വെട്ടിയെടുക്കാതെ. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്വിച്ചിനുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓൺ ഓഫ്, ഒന്ന് ലൈറ്റ്, ഒന്ന് നമ്മൾ സ്പീക്കർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ അഡാപ്റ്ററിൻ്റെ ആ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പോർട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് സപ്ലൈ പോവുക. പിന്നെ നമ്മൾ എഡ്ജിലൊക്കെ നമ്മളെ ബോൾട്ട് ഇട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ
നമുക്ക് എപ്പോഴെങ്കിലും ഊരണം എന്നുണ്ടെങ്കിൽ കറക്റ്റായി ഊരാനാണ്. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റുള്ള പീസിൽ നമ്മൾ വലിയ സ്പീക്കറിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കണ്ടറിയാം 2 ചെറിയ സ്പീക്കറും നടുക്കിൽ ബോർഡും വരും. പിന്നെ നമുക്ക് നമ്മുടെ ഓഡിയോ ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഊരുക. അത് ഊരിയിട്ട് നമ്മുടെ റെഗുലേറ്റർ ഐസി അതിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഐസി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഡിയോ ബോർഡിൽ 3 വയറുകൾ കാണാം. അപ്പോൾ ഈ 3 വയർ നമ്മുടെ ബ്ലൂടൂത്തിലേക്കുള്ളതാണ്. ഇത് 2 നമുക്ക് അപ്പോൾ ഈ 3 വയർ നമുക്ക് മാറ്റാം. ഇപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബ്ലൂടൂത്തിലേലും നമുക്ക് 3 വയർ കാണാം. അപ്പോൾ റെഡ് വയർ കൂട്ടണ്ട, അത് നമ്മുടെ FM-ലേക്കുള്ള ആൻറ്റിന ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 3 വയർ നമുക്ക് അതേപോലെ കണക്ട് ചെയ്യാം. അപ്പോൾ ആ ബോർഡിൽ അതേപോലെ നമുക്ക് ബ്ലൂടൂത്തിലും കാണാം 3 വയർ. അപ്പോൾ ആ 3-ൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായി നോക്കി അറിയാം. ആ വയറിലുള്ള സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാവും ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ 6 L എന്നൊക്കെ കറക്റ്റായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെൻറ്ററത്തെ വയർ മാത്രം കറക്റ്റായി കണക്ട് ചെയ്യുക. മറ്റേത് മാറിപ്പോയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ട് കണക്ട് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു കണക്ടറാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് AC കറണ്ട് കൊടുക്കാൻ വേണ്ടി 2 വയർ കിട്ടും. ആ യെല്ലോ 2 വയർ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി AC കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ട് എടുക്കുന്ന ആ കപ്പാസിറ്ററിനാണ്. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗം പോസിറ്റീവും മറ്റേത് നെഗറ്റീവും ആണ് വരിക. ഇനി നമുക്ക് കപ്പാസിറ്ററിലും അതേപോലെ 3 കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലെഗ് ഗ്രൗണ്ട് ആയിട്ടാണ് വരിക. ഇപ്പോൾ മറ്റേ ലെഗ് VCCയും, അതായത് നമുക്ക് കൊടുക്കാനുള്ള കണക്ഷൻ. ഇപ്പോൾ നമ്മൾ ഈ IC നമ്മൾ നമ്മുടെ POV ഡിസ്പ്ലേ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ഞാൻ കൊടുത്തത് ലേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബ്ലാക്ക് വയർ സൈഡിലേക്കാണ് വരേണ്ടത്, അതായത് ആ വരയുള്ള ഭാഗത്തേക്കാണ് പോകേണ്ടത്. പിന്നെ നമുക്ക് 5 വോൾട്ട് സപ്ലൈ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിനാണ്. അപ്പോൾ ബ്ലൂടൂത്തിനെയാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഭാഗം സെൻറ്ററിലേക്കും നെഗറ്റീവ് ഭാഗം തൊട്ട് ഓപ്പോസിറ്റുള്ള സൈഡിലേക്കും കൊടുക്കുക, അതായത് ലാസ്റ്റ് ലെഗിലേക്കും കൊടുക്കുക. അപ്പോൾ അതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും കറക്റ്റായിട്ട് 5 വോൾട്ട് ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ 5 വോൾട്ട് പ്ലസും ഗ്രൗണ്ട് മൈനസും ആണ്. ഇത് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാറിപ്പോകാണ്ട് നോക്കുക. അപ്പം നമ്മുടെ ഫ്രെയിം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സ്ട്രിപ്പ് നമ്മൾ സൈഡിൽ കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പീക്കർ ഇതേപോലെ വരുന്നതായിരിക്കും. അപ്പം നടുക്കിൽ ബോർഡും വരും. ഇത് നമ്മുടെ വലിയ സ്പീക്കർ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്കായിട്ട് വരും. അപ്പം നമ്മുടെ ബ്ലാക്ക് വയർ നമ്മൾ ഓപ്പോസിറ്റായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്യാം. സെൻറ്റർ ഭാഗം വരയുള്ള ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വൈറ്റും ബ്ലൂവും നമുക്ക് നമ്മുടെ സ്പീക്കറിലേക്കുള്ള കണക്ഷനാണ്. അത് നമുക്ക് 2 സ്പീക്കറിലേക്കുള്ള കണക്ഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സോൾഡർ ചെയ്തെടുത്തോളാം. അപ്പോൾ ഒന്നെടുത്തിട്ട് നേരെ നമ്മുടെ വലിയ സ്പീക്കറിലേക്ക് ഡയറക്റ്റായി കൊടുക്കുക. അതേപോലെ മറ്റേ എടുത്തിട്ട് നമ്മൾ 2 സ്പീക്കറിനെയും വയറൊന്ന് കൂട്ടി വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 സ്പീക്കറിനെയും 1 വയർ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോർഡിലേക്കുള്ള കണക്ഷനൊക്കെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലുതിന് വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, അപ്പോൾ വെറുതെ ഒന്ന് കൊടുത്തതാണ്. പിന്നെ അതേപോലെ ലൈറ്റിന് ഓൺ ഓഫും കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെയിൻ സ്വിച്ച് ഓൺ ഓഫും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കാണാനുള്ളത്. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അതിനായിട്ട് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ റെഡ് ബട്ടൺ ഓണാക്കാം. അപ്പോൾ എനിക്ക് കാണാം ഓണായിട്ടുണ്ട്. അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുള്ളായി ലൈറ്റും കത്തുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എയർ ഹോൾസിൻ്റെ അവിടെ ഒരു LED ബൾബും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വിച്ച് വെക്കുന്നൊന്നും കാട്ടിയില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാട്ടാത്തത്. നിങ്ങളുടെ ഐഡിയ പോലെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ BT എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം
അപ്പോൾ നമ്മൾ NCSൻ്റെ മ്യൂസിക് തന്നെ വെച്ച് നോക്കാം. ഇതിന് അത്യാവശ്യം ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ലേശം ഒച്ച കുറച്ചതാണ്. അപ്പോൾ നമുക്ക് റിമോട്ടിലും അതേപോലെ ഫോണിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണിലിപ്പോൾ ഫുള്ളാണ്. അതേപോലെ റിമോട്ടിൽ എനിക്ക് കൂട്ടുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, അവിടെ 9, 10 എന്ന് കാണിക്കും. അങ്ങനെ 50 വരെ ഉണ്ട് സൗണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒച്ചയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ബാക്ക് സ്പീക്കർ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ബാക്ക് സ്പീക്കർ ഓഫിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഓൺ ആക്കിയാൽ നല്ല രീതിയിൽ ഒച്ചയുണ്ട്. നമുക്ക് ആ റെഡ് സ്വിച്ച് ഒന്ന് വെക്കാം. നല്ല രീതിയിൽ തന്നെ ഓടി പോകുന്നതാണ്. അതുപോലെ മറ്റേ സ്വിച്ച് നമ്മുടെ ലൈറ്റിൻ്റെ വേണ്ടിയാണ്. മറ്റേ സ്വിച്ച് നമുക്ക് ഓൺ ഓഫിനാണ് വരുന്നത്. അങ്ങനെ 3 സ്വിച്ചാണ്.